ഒരു തരം ഈക്വൽ സമത്വം എന്നുള്ളതിൻ്റെ മെസ്സേജ് തന്നെയാണ്. എങ്ങനെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് അവരുടെ ബയോയിൽ കൃത്യമായി അവർ പറഞ്ഞിട്ടുണ്ട്. അതേസമയം വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് ഇവരുടെ പ്രിൻസിപ്പാള് ശിരോവസ്ത്രം ധരിച്ച കുട്ടി ശിരോവസ്ത്രം ധരിച്ച് സ്കൂളിലെത്തുന്നതിൽ എത്താൻ പറ്റില്ല എന്ന് പറയുന്ന വിരോധാഭാസത്തെപ്പറ്റി ചൂണ്ടിക്കാണിക്കുന്ന ഒരു സാഹചര്യമുള്ളപ്പോഴും നമുക്ക് ഒരു കാര്യം ആലോചിക്കണം. അധ്യാപകർക്ക് അല്ലെങ്കിൽ സ്കൂൾ മാനേജ്മെൻറ്റിന് അതല്ലെങ്കിൽ ഒഫീഷ്യൽസിന് ഈ പറയുന്ന യൂണിഫോം നിഷ്കർഷിച്ചിട്ടില്ല. അത് സ്കൂളും നിഷ്കർഷിച്ചിട്ടില്ല. അങ്ങനെയുള്ള സ്കൂളുകളുണ്ട്. ചില സ്കൂളുകളിലൊക്കെ ഇപ്പോഴും ടീച്ചേഴ്സ് സാരി ഉടുത്ത് തന്നെ പോകണം നിർബന്ധമുള്ള സ്കൂളുകളുണ്ട്. വെള്ളിയാഴ്ച വൈറ്റ് ധരിക്കണമെന്ന് പറയുന്ന സ്കൂളുകളുണ്ട്. അതൊക്കെ അനുസരിച്ച് അവർ ചെയ്യുന്നുണ്ടാകാം. പക്ഷേ ഈ സ്കൂളിൽ അങ്ങനെ ഒരു നിയമമില്ല. അധ്യാപകർക്ക് അങ്ങനൊരു നിയമമില്ല. ആ ഒരു സാഹചര്യത്തിൽ അധ്യാപകർ എങ്ങനെയാണ് രവീന്ദ്രൻ ഒപ്പം അഡ്വക്കേറ്റ് സി എൻ പ്രകാശിൽ ഒരിക്കൽ കൂടി സി എൻ പ്രകാശ് നേരത്തെ DD നൽകിയ നോട്ടീസിനകത്ത് ഹിജാബ് ധരിച്ചു കുട്ടി സ്കൂളിൽ എത്തിയാലും പഠിപ്പിക്കണം, പുറത്താക്കരുത്, ഇതിൽ അടിയന്തര സ്റ്റേ അനുവദിച്ചിട്ടില്ല. നോട്ടീസ് സ്റ്റേ ചെയ്യണമെന്ന് മാനേജ്മെന്റ് ആവശ്യം അനുവദിച്ചിട്ടില്ല. പക്ഷേ ഇതിനൊപ്പം തന്നെ സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായി എന്നൊരു വിദ്യാഭ്യാസ വകുപ്പിന്റെ റിപ്പോർട്ടുമുണ്ട്. അപ്പോൾ ഇതിനെതിരെയും മാനേജ്മെന്റ് ഹൈക്കോടതിയെ സമീപിച്ചതല്ല. പക്ഷേ ആ വിഷയത്തിൽ എന്തെങ്കിലും പരാമർശമുണ്ടോ? ഈ DDയുടെ നോട്ടീസിൽ മാത്രമാണോ കോടതിയുടെ ഭാഗത്ത് നിന്ന് പ്രതികരണം വന്നിരിക്കുന്നത്? നിലവിൽ കുട്ടിയെ തിരിച്ചറിയണമെന്ന ആവശ്യത്തിൽ DDയുടെ സർക്കുലർ ആ ഉത്തരവ് പെട്ടെന്ന് സ്റ്റേ ചെയ്യണം, അടിയന്തരമായി തന്നെ സ്റ്റേ ചെയ്യണമെന്ന ആവശ്യമാണ് സ്കൂൾ മാനേജ്മെന്റ് നിലവിൽ ഉന്നയിച്ചിട്ടുള്ളത്. അത് അടിയന്തരമായി സ്റ്റേ ചെയ്യാൻ മാത്രമാണ് ഹൈക്കോടതി വിസമ്മതിച്ചിട്ടുള്ളത്. ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ വിശദീകരണം കൂടി കേട്ട ശേഷം അതിൽ CBSE സ്കൂളുകളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് അത്രത്തോളം ഇടപെടാൻ കഴിയുമെന്ന നിയമപ്രശ്നമുണ്ട്. ആ പ്രശ്നത്തിൽ സംസ്ഥാന സർക്കാരിന്റെ വിശദീകരണം കേട്ട ശേഷം ഈ കാര്യത്തിൽ അന്തിമമായ തീരുമാനം ഹൈക്കോടതി സ്വീകരിക്കും. അഡ്വക്കേറ്റ് സി എൻ പ്രകാശാണ്. ഏതായാലും ഹിജാബ് വിഷയത്തിൽ സർക്കാരിൻ്റെ വിശദീകരണമാണ് ഹൈക്കോടതി തേടിയിരിക്കുന്നത്. ഇതിൽ DDയുടെ ഉത്തരവിന് അടിയന്തര സ്റ്റേ ആവശ്യപ്പെട്ട് കൊണ്ട് സെയിന്റ് റിത്ത സ്കൂള് സമർപ്പിച്ച ഹർജിയിൽ അടിയന്തര സ്റ്റേ അനുവദിക്കാൻ കോടതി തയ്യാറായിട്ടില്ല. 24-ാം തീയതി കോടതി ഈ വിഷയം വീണ്ടും പരിഗണിക്കും. അതിനുശേഷമായിരിക്കും തീരുമാനമുണ്ടാകുക. ഏതായാലും അടിയന്തര സ്റ്റേ ഇല്ലാത്തതുകൊണ്ട് കുട്ടി ഹിജാബ് ധരിച്ചുകൊണ്ട് തന്നെ സ്കൂളിൽ വരാം എന്നുള്ളൊരു സ്റ്റാറ്റസ് കോ ഇപ്പോഴുണ്ട്. പക്ഷേ കുട്ടി TC വാങ്ങി സ്കൂളിൽ നിന്ന് പോകും, അതാണ് ഞങ്ങൾ പരിഗണിക്കുന്നത് എന്ന് കുട്ടിയുടെ പിതാവ് പറയുകയും ചെയ്തിരിക്കുന്നു. വരും മണിക്കൂറുകളിൽ അറിയാം തുടർ നടപടികൾ ഏത് തരത്തിലാണ് പോകുന്നത് എന്നുള്ളത്. സ്കൂളിന്റെ പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. പളുരുത്തി സെന്റ് റിത്ത സ്കൂളിലേക്ക് ഇനി മകളെ വിടുന്നില്ല എന്നുള്ള നിലപാടാണ് കുട്ടിയുടെ പിതാവ് സ്വീകരിച്ചിരിക്കുന്നത്. സംഘർഷഭരിതമായ സാഹചര്യത്തിൽ കുട്ടിയുടെ TC വാങ്ങുകയാണെന്ന് പിതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു. മേടിച്ചു പോകാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് 2 കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ TC മേടിച്ചു പോയത്. ഒന്ന്, എൻ്റെ മകള് ഹിജാബ് ധരിച്ചു വരുമ്പോൾ കുട്ടികൾക്ക് ഭയമുണ്ടാകുന്നു എന്ന് അവിടുത്തെ പ്രിൻസിപ്പൽ പറഞ്ഞത് എൻ്റെ മകൾക്ക് വളരെയധികം വിഷമമുണ്ടാക്കിയ വാക്കാണ്. 2, ഞാൻ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ സർക്കാർ വ്യക്തമായ അനുകൂലമായൊരു നിലപാട് സ്വീകരിക്കുകയുണ്ടായിരുന്നു. എന്നാലും എൻ്റെ കുട്ടിയെ അവിടെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാര്യം അവിടെ ഒരു സാമുദായിക സംഘർഷം ഉടലെടുക്കാൻ സാധ്യതയുണ്ടായിരുന്നു. പിന്നെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഓഫീസിൽ നിന്ന് ഫോൺ വിളിയുണ്ടായിരുന്നു. തുടർ പഠനത്തിന് എന്ത് നിലപാട് വേണമെങ്കിലും എടുക്കാം, എന്ത് സഹായത്തിനും വിളിക്കാം എന്നറിയിച്ചിട്ടുണ്ട്. പരാതിയുമായിട്ട് പോകും. അവിടെ ഒരു സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി പരാതിയുമായി ഞാൻ പോകുന്നില്ല. മാനേജ്മെന്റ് നിലപാടിനെതിരെ രംഗത്ത് വന്ന വിദ്യാഭ്യാസ മന്ത്രി കുട്ടി സ്കൂളിൽ നിന്ന് പോകുന്നതിന് കാരണക്കാരായവർ മറുപടി പറയേണ്ടി വരുമെന്ന് പ്രതികരിച്ചു. ശിരോവസ്ത്രം ധരിച്ച അധ്യാപികയാണ് വിദ്യാർത്ഥിക്ക് ശിരോവസ്ത്രം അനുവദിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്. അത് വിരോധാഭാസമാണെന്നും മന്ത്രി പറഞ്ഞു. കുട്ടി എന്ത് കാരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്കൂൾ വിട്ട് പോകുന്നത് എന്നുള്ള കാര്യം പരിശോധന വിധേയമാക്കേണ്ടതായിട്ടുണ്ട്. അതിന് കാരണക്കാരായവർ തീർച്ചയായിട്ടും ഗവൺമെൻറ്റിനോട് മറുപടി പറയേണ്ടി വരും. കുട്ടിക്ക് എന്തെങ്കിലും മാനസിക സംഘർഷത്തിൻ്റെ പേരിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി സ്കൂൾ അധികാരികളായിരിക്കും. ഭരണഘടനയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ അവകാശ നിയമങ്ങളും ദേശീയ വിദ്യാഭ്യാസ നിയമങ്ങളും എല്ലാം ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ വിദ്യാഭ്യാസം ചെയ്യുന്നതിന് വേണ്ടി കഴിയുകയുള്ളൂ. ഇവിടെ നമുക്ക് കാണാൻ ഒരു അത്ഭുതകരമായ കാര്യമാണ്. ശിരോവസ്ത്രം ധരിച്ചുകൊണ്ടുള്ള നിൽക്കുന്ന ടീച്ചറാണ് പിന്നെ കുട്ടിയോട് പറഞ്ഞത് ശിരോവസ്ത്രം ധരിക്കാൻ വേണ്ടി പാടില്ല. അതൊക്കെ ഒരു വിരോധാഭാസമായിട്ട് മാത്രമേ നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിയൂ.
അതേസമയം സ്കൂളിലെ നിയമങ്ങൾ പാലിച്ചു വന്നാൽ കുട്ടിക്ക് സ്കൂളിൽ തുടർന്നും പഠിക്കാമെന്ന് പ്രധാന അധ്യാപിക സിസ്റ്റർ ഹെലിന ആൽബി പറഞ്ഞു. കുട്ടി സ്കൂളിൽ നിന്ന് പോകുന്നത് സംബന്ധിച്ച് അറിയില്ലെന്നും പ്രിൻസിപ്പൽ കൂട്ടിച്ചേർത്തു. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാറും അദ്ദേഹത്തിന്റെ സെക്രട്ടറിയും ആദ്യ ദിനങ്ങളിൽ സ്കൂളിന്റെ കാര്യങ്ങൾ അന്വേഷിച്ച് വസ്തുതകൾ ആരാഞ്ഞിരുന്നു. ഒരു വിദ്യാലയവും വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹായ സഹകരണങ്ങൾ ഇല്ലാതെ നല്ല രീതിയിൽ നടന്നു പോവുക ക്ലേശകരമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ. ഇന്നോളം നൽകിയ എല്ലാ സപ്പോർട്ടിനും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാറിന് നന്ദി അറിയിക്കുന്നു. ഇവിടുത്തെ ഈ സ്കൂളിലെ നിയമങ്ങളും നിബന്ധനകളും അനുസരിച്ച് ഞങ്ങളുടെ വിദ്യാർത്ഥിനി വന്നാൽ ആദ്യ ദിനം വന്ന അതേ സ്നേഹത്തിൽ വിദ്യാഭ്യാസം പൂർത്തിയാകുമ്പോളം ആ കുഞ്ഞിനെ വിദ്യ നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. വി ആർ wholeheartedly ready for that. We hope the best will happen. സെയിന്റ് റീറ്റാസിലെ കുട്ടികൾക്ക് ഞങ്ങളാൽ ആവും വിധം നൽകിക്കൊണ്ടിരിക്കുന്നത് ഒരു ഫുള്ളി ഇന്ത്യൻ വേ ഓഫ് എഡ്യൂക്കേഷൻ ആണ്. കോടതിയുടെ മുന്നിലിരിക്കുന്നതാണ് പല വിഷയങ്ങളും. ഇപ്പോൾ പറയാൻ ഞാൻ അതിന് മുതിരുന്നില്ല. നിയമം അതിന്റെ വഴിക്ക് തന്നെ പോകട്ടെ. കോടതിയെയും സർക്കാരിനെയും എന്നും ബഹുമാനിച്ചിട്ടാണ് പോയിട്ടുള്ളത്. അത് തുടരുകയും ചെയ്യും. കൊച്ചി പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ മന്ത്രി ശിവൻകുട്ടി മാപ്പ് പറയണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ക്രൈസ്തവ വിഭാഗത്തെയും ക്രൈസ്തവ സന്യാസിനികളെയും അവഹേളിക്കുന്നതാണ് ശിവൻകുട്ടിയുടെ പ്രസ്താവന. ചില മതമൌലികവാദികളുടെ വാക്കുകളാണ് മന്ത്രി കടമെടുക്കുന്നതെന്നും പ്രശ്നം ഇത്രയും വഷളാക്കിയതിന്റെ ഏക ഉത്തരവാദി മന്ത്രി ശിവൻകുട്ടിയാണെന്നും കത്തോലിക്ക കോൺഗ്രസ് വിമർശിച്ചു. ഹിജാബ് വിവാദത്തിൽ സർക്കാരിനെതിരെ ഒളിയമ്പുമായി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ. ചില അഴിമതികളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള നീക്കമാണിത്. മതേതര പാർട്ടികൾ വോട്ട് കിട്ടാൻ വേണ്ടി സമുദായങ്ങളെ വർഗീയമായി ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നും ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ പറഞ്ഞു. വ്യവസ്ഥാപിത നിയമത്തെ വെല്ലുവിളിച്ച് ഒരു സ്കൂളിന് മാത്രം സ്വന്തമായി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് സമസ്ത നേതാവ് അബ്ദുൾ സമദ് പൂക്കോട്ടൂർ. തലമറയ്ക്കണമെന്നത് ഇസ്ലാം പെൺകുട്ടികളുടെ അവകാശമാണ്. തട്ടത്തിന്റെ കളർ സ്കൂളിന് തീരുമാനിക്കാം. ചന്ദനക്കുറി ഇട്ട് വരരുത് എന്ന് പറയാൻ പറ്റുമോ എന്നും പൂക്കോട്ടൂർ ചോദിച്ചു. തന്നെ പ്രശംസിച്ച സംസ്ഥാന നിലപാടിന് മന്ത്രി ശിവൻകുട്ടി നന്ദി പറഞ്ഞതോടെ മറ്റൊരു മാനത്തിലേക്ക് കൂടി കടക്കുകയാണ് ഹിജാബ് വിവാദം. ആ ഡയറിയിൽ ഇങ്ങനെ തലയിൽ തട്ടമിടരുത് എന്ന് പറഞ്ഞിട്ടില്ല. സ്കൂളിന്റെ യൂണിഫോം കുട്ടികൾ ധരിക്കണം എന്ന നിർബന്ധമേ അതിൽ പറഞ്ഞുള്ളൂ. അതേസമയത്ത് ഇന്ന കളറിലുള്ള ഒരു ഹെഡ് സ്കാർഫ് ധരിക്കണമെന്ന് പറയാൻ ആർക്കും അധികാരമുണ്ട്. കാരണം യൂണിഫോമിറ്റി കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ന കളറിലുള്ളതായിരിക്കണം നിങ്ങളെ തലയിൽ തട്ടമെന്ന് പറയാമെന്നല്ലാതെ അത് ധരിക്കരുത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് നമ്മുടെ രാജ്യത്തെ ഭരണഘടനാ അവകാശത്തെ ഹനിക്കലായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശിരോവസ്ത്ര വിവാദത്തിൽ മുമ്പ് SDPI മാത്രമായിരുന്നു നിലപാട് വ്യക്തമാക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ സമസ്തയും അവരുടെ ഭാഗം വിശദീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. മുഖപ്രസംഗത്തിലായിരുന്നു സമസ്തയുടെ ലേഖനം ഉണ്ടായിരുന്നത്. മന്ത്രിയുടെ സമീപനം അഭിനന്ദനാർഹമാണെന്ന് മന്ത്രി ശിവൻകുട്ടിയെ പ്രശംസിച്ചുകൊണ്ടും സുപ്രഭാതം എഴുതി. മതേതരത്വത്തെയും ഭരണഘടനയും ചേർത്ത് പിടിച്ചുള്ള പ്രതികരണമാണ് മന്ത്രി ശിവൻകുട്ടി നടത്തിയതെന്നായിരുന്നു സമസ്തയുടെ പ്രശംസ. ഒപ്പം തന്നെ ഈ സ്കൂളിനെതിരെ വലിയ വിമർശനവും ഈ മുഖപത്രത്തിൽ ഉണ്ട്. ശിരോവസ്ത്ര വിവാദത്തിൽ സ്കൂളിനെ വിമർശിച്ചുകൊണ്ടായിരുന്നു ലേഖനം. ശിരോവസ്ത്രത്തിന് വേണ്ടി വാദിച്ചവരെ, അതിൻ്റെ ശിരോവസ്ത്രം ധരിക്കാനുള്ള അവകാശത്തിന് വാദിച്ചവരെ വർഗീയവാദികളായി ചാപ്പകുത്തുന്നു എന്നായിരുന്നു ആ സമസ്തയുടെ വിമർശനം.